നിക്കടി അവിടെ. എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പോഴിനെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പോഴിനെ അറിയത്തില്ലേ? എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവനുമായിട്ട് നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ? നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലാണല്ലോ. നീ എന്തിനാ രമേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ ഒരു അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ മറ്റൊരു ഉജ്ജ്വല കലാ സൃഷ്ടി. നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ ഇതാ. നീ കൊറേ നേരമായില്ല ചിലക്കാൻ തുടങ്ങിട്ട്. പടത്തിന്റെ പേരെന്താ? ഇതാ ഇന്ന് മുതൽ. പടത്തിന്റെ പേരെന്താന്ന്? ഇതാ ഇന്ന് മുതൽ. അപ്പൊ കുറച്ചു നേരത്തിന് നാളെ മുതൽ പറഞ്ഞല്ലോ. നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ. നീ ഇന്ന് മുതലോ നാളെ മുതലോ എപ്പോ വേണേ തുടങ്ങിക്കോ. പടത്തിന്റെ പേര് പറയാൻ പടത്തിന്റെ പേരാണ് പറഞ്ഞ ഇതാ ഇന്ന് മുതൽ. അത് നാളെ മുതലാണ് നമ്മൾ തിയേറ്ററിൽ കളിക്കുന്നത്. ആ അങ്ങനെ പറ. ഞാൻ ഇത്ര വലിയ പോലീസുകാരനായിട്ട് എനിക്ക് എന്നെ മനസ്സിലാവില്ല, പിന്നെയാണ് നാട്ടുകാർക്ക് മനസ്സിലാവുക. നീ ഇവനെ കൊണ്ട് പബ്ലിസിറ്റി കാണുന്നുണ്ടല്ലോ, അവസാനം നീ തെണ്ടി പോവുകയും ചെയ്യും, നിന്റെ തിയേറ്ററിൽ ആളും കയറില്ല. ആ മൈക്കെടുത്തേ എടുക്ക. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് നീ അക്ഷരസ്ഫുടതയോട് സംസാരിക്കാൻ പഠിക്കും. സുഹൃത്തുക്കളെ, എന്റെ ഏക മകൻ നടത്തുന്ന ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ ഇതാ ഇന്ന് മുതൽ ഇതാ നാളെ മുതൽ, ഇതാ ഇന്ന് മുതൽ ഇതാ നാളെ മുതൽ, ഇതാ ഇന്ന് മുതൽ ഇതാ അങ്ങനെ റാഞ്ചി ഞാൻ വരാൻ വൈകും. ഇതൊക്കെ ഞാനേറ്റു. ആ കാര്യം ഞാൻ നോക്കിക്കോളാം. കാലത്ത് തന്നെ നിന്റെ അപ്പനടിച്ച് വീലാണല്ലോടാ. വീല് നിന്റെ അച്ഛനുണ്ടാ. തന്തയ്ക്ക് വിളിക്കാതെ വണ്ടി വിട്. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ. അച്ഛാ വേണ്ട, വീട്ടിൽ പോ, മര്യാദക്ക് വീട്ടിൽ പോ. മുടന്തന്യായം വാക്യത്തിൽ പ്രയോഗിക്കും. പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ സ്കൂളിൽ നിന്ന് പോരുന്ന വഴി ഒരു മുടന്തൻ വഴിയിൽ നിന്ന് ന്യായം പറയുന്നത് കേട്ടു. ഇന്നലെ മാസ്റ്റർ പറഞ്ഞു തന്നതെല്ലാം തെറ്റാണെന്ന് ഞങ്ങളെ ടീച്ചർ പറഞ്ഞു. ഏത് ടീച്ചർ? ജാനകി ടീച്ചർ. ജാനകി ടീച്ചർ അല്ല, അവരുടെ തള്ള കാർത്യായനി ടീച്ചർ പറഞ്ഞാലും ശരി, അവരുടെ ഒക്കെ തലയിൽ കളിവണ്ണ. 4ാം ക്ലാസ് വരെ പഠിച്ച പാർട്ടിയാ. മലയാളം തന്നെ എനിക്കറിയാൻ മേല, പിന്നെ എങ്ങനെയാ വാക്യത്തിൽ പ്രയോഗിക്കുന്നത്? മോള് കാര്യം ചെയ്യും, മോള് ടീച്ചറോട് ദിവസവും വൈകിട്ട് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ തന്നെ അവർക്ക് നല്ല ട്യൂഷൻ കൊടുക്കാന്ന് പറ കേട്ടോ. വായിക്കേ വായിക്കേ വായിക്കേ. മുടന്തന്യായം. യെസ്. എങ്ങോട്ടേക്കാ ചേട്ടാ പോണ്ടേ? കോട്ടയ്ക്കലേക്കോ അതോ പ്രതിചികിത്സ കേന്ദ്രത്തിലേക്കോ? നിന്റെ ഒക്കെ വർത്താനം കേട്ടാത്തൊന്നും ഞാൻ ഏതാണ്ട് കൊലപാതകം നടത്തിയിട്ടോ ഭവനവേദന നടത്തിയിട്ടോ പോലീസുകാരെ പിടിച്ചോണ്ട് കാണുന്നു. എന്തായാലും സ്റ്റേഷനിൽ കയറി നാണക്കേടായി പോയി. 10-30 കൊല്ലം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി കിടന്നപ്പോ നിനക്ക് നാണക്കേടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതെങ്ങനെ ഉണ്ടാവുക? അന്നിങ്ങനെ ഉരുട്ടി വിഴുങ്ങണല്ലോ. പുതിയ SI സ്ഥലം മാറി വന്നപ്പോ അയാൾക്കൊന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. പുതിയ SI കേശൂര് അങ്ങനെ അല്ലല്ലോ പറഞ്ഞ്. നിന്റെ തന്തയെ മര്യാദയ്ക്ക് വളർത്തണം, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാടാ കൊച്ചനെ എന്നാണല്ലോ. അതെ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ഇത് അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നമാണ്. അന്ന് നീ പബ്ലിസിറ്റി എന്ന് പറഞ്ഞ് ഇവന്റെ പിന്നാലെ നടന്നപ്പോ ഞാൻ തീരുമാനിച്ചതാ ഇവൻ പിച്ചപ്പാലെടുക്കുന്നു. അത് നടന്നല്ലോ. എന്തായിരുന്നു അന്ന്? ഇതാ ഇന്ന് മുതൽ ഇതാ നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ പ്രദർശനം ആരംഭിക്കുന്ന പുതിയ മലയാള ചിത്രം